കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. പ്രാണന്റെ മുത്തേ നിൻ ചന്തമുള്ള മുത്തെല്ലാം മനസ്സിന്റെ മേട്ടിലാകെ നീ കുടഞ്ഞില്ലേ. നീ മെല്ലെ കൂട്ടുകൂടാൻ കൂടണഞ്ഞില്ലേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. ജീവിതച്ചില്ല താനെ പൂക്കുന്നേ ഇന്നെൻ പന്തലിച്ച വാടിയിൽ നീ ചേരുമ്പോൾ. ജീവിതച്ചില്ല താനെ പൂക്കുന്നേ ഇന്നെൻ പന്തലിച്ച വാടിയിൽ നീ ചേരുമ്പോൾ. കിന്നാര ചുംബനങ്ങൾ പഞ്ചാര കൊഞ്ചലോടെ നേദ്യം പോൽ തൂകി നീയൻ ചുണ്ടിലാകെ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. മദൻ കോവിലിൽ നീ ചെല്ലുന്നോ പുത്തൻ തൊട്ടിലൊന്നു നീ നടക്കൽ നൽകുന്നോ. അമ്മദൻ കോവിലിൽ നീ ചെല്ലുന്നോ പുത്തൻ തൊട്ടിലൊന്നു നീ നടക്കൽ നൽകുന്നോ. പുന്നാര കുഞ്ഞിനെ നീ സമ്മാനം പോലെ വാങ്ങി ആനന്ദത്തേൻ ചൊരിഞ്ഞൻ ജന്മമാകെ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. പ്രാണന്റെ മുത്തേ നിൻ ചന്തമുള്ള മുത്തെല്ലാം മനസ്സിന്റെ മേട്ടിലാകെ നീ കുടഞ്ഞില്ലേ. നീ മെല്ലെ കൂട്ടുകൂടാൻ കൂടണഞ്ഞില്ലേ. കൊന്നപ്പൂ പോലെ മുന്നിൽ കാറ്റിലാടിയാടി നിൽക്കും മേടത്തിൻ തങ്കം നീ എന്നോമലാളേ. രാവേറെയായി പൂവേ പൊൻചെമ്പനീ പൂവേ ഒരു യാത്രികനീ വഴി പോകെ നനുത്തൊരു കാൽ പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണമന
മനസ്സിലൊരിത്തിരീരൻ പൂവിരൽ തൊട്ടുഴിയൂ. രാവേറെയായി പൂവേ പൊൻചെമ്പനീ പൂവേ. 2000 മുതലുള്ള പരിചയത്തിൽ മനോജ് കുമാറിൻ്റെ വിവാഹ സൂചന തലേന്ന് ആദ്യമായിട്ട് എൻ്റെ സ്വന്തം പേരിൽ വൈറൂട്ട്സ് എന്ന കമ്പനിയുടെ പേരിൽ DTയുടെ പേരിൽ ഒരാശംസ അർപ്പിക്കുകയാണ്. വിവാഹ ജീവിതം മംഗളവും ബാസുരവുമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇനി കുറച്ച് ഫ്ലാഷ് ബാക്ക്. 2001 വളാഞ്ചേരിയിൽ ഞങ്ങൾ തുടക്കം കുറിച്ച ഞങ്ങളുടെ കമ്പനിയുടെ നെടുന്തൂണായിരുന്ന മനോജ് കുമാർ. അപ്പോൾ മനോജ് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ വേളയിൽ എന്താണ് മനോജിന് പറയാനുള്ളത് കൂടി നോക്കാം. അല്ല, എനിക്ക് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് കുറച്ച് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പറയണം. കാരണം എനിക്കിത് കണ്ടോണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലെന്ത് സംഭവം അറിയോ, ഒരു ഫാസ്റ്റ് ആയിട്ട് പറയാനുള്ളതല്ല. ഇതിന്റെ കുറേ കാര്യങ്ങൾ പറയണ്ട. കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ DV കുറെ വാങ്ങേണ്ടി വരില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നിനക്ക് പറയാനുള്ളത് പറയാനാണ്. നിന്റെ കുറച്ച് നാട്ടിൽ നിന്നുള്ള അകലിച്ച. അല്ല, എനിക്ക് എന്താ പറയുക വെച്ചാൽ ഞാൻ DTUവിൽ വർക്ക് ചെയ്തതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫീൽഡ്. പിന്നെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോപ്പുലാരിറ്റി, അങ്ങനെ ഒരുപാട് നല്ല സംഭവങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്. പോപ്പുലാരിറ്റി കുറവ് അതിന്റെ മാനേജ്മെന്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വർക്ക് ചെയ്യുന്നവർ എല്ലാവരും നല്ല ടോപ്പിലുള്ളത്. നാട്ടിൽ നിന്ന് വിട്ടിട്ട് നാട്ടിൽ ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സുകളുണ്ടോ? അല്ല, നാട്ടിലെ ഞാൻ ഫ്രണ്ട്ഷിപ്പ് പരമാവധി കീപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. അവിടെ പോയി ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ ദുബായിലുള്ള റൂംമേറ്റ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ചാൽ എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പരമാവധി എല്ലാവരും മെമ്മറിയിലുള്ളതും പിന്നെ വളരെ കുറച്ച് ദിവസം കിട്ടിയിട്ടുള്ളൂ പരമാവധി ഞാൻ ട്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. മനോജിൻ്റെ അടുത്ത വിവാഹ ജീവിതം, വിവാഹ നാളുകൾ കൂടുതൽ നന്നാവട്ടെ എന്നും വളരെ നന്നായിട്ട് ആ ജീവിതം നടക്കട്ടെ എന്നും അതിനെല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ വീഡിയോ ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ലൈറ്റ് ബോയ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആത്മാർത്ഥതയുടെ താഴ്വര എന്നാണ് ഞാൻ ഇവനെ എപ്പോഴും വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഇവൻ എന്താ പറയാനുള്ളത് നോക്കട്ടെ. മനോജേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ മനോജേട്ടനെ പരിചയപ്പെടുന്നത് ഏകദേശം 2000-2001 കാലഘട്ടത്തിലാണ്. വളാഞ്ചേരി ദൃശ്യ TVയുടെ ക്യാമറാമാനായി ചാർജ് എടുത്ത മനോജേട്ടൻ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അവിടുന്ന് മുതൽ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 വർഷത്തോളമായി മനോജേട്ടനായിട്ട് ഇണപിരിയാത്തൊരു സുഹൃത്ത് തന്നെയാണ്. മനോജേട്ടൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ മനോജേട്ടന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ മനോജേട്ടനായിട്ട് ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഗുരുവായിട്ട് മനോജേട്ടനെ നമുക്ക് കണക്കാക്കാം. കാരണം ഈ എൻ്റെ ഒരു ഫീൽഡിൽ എനിക്ക് ധൈര്യം തരികയും പിന്നെ ക്യാമറയുടെ ഒരു ഫീൽഡിലേക്ക് ഏറ്റവും നല്ല രീതിക്ക് കൊണ്ടുവരാനും എന്നെ സഹായിച്ചൊരു വ്യക്തിയാണ് മനോജേട്ടൻ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ലൈറ്റ് അടിക്കാൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ആളുകളൊപ്പം ഞാൻ വർക്കിന് പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായ രീതിയിൽ എന്നോട് വർക്കിനെ കുറിച്ചിട്ട് എന്നെ കണ്ടിട്ട് ഇത് ഇന്ന പോലെ ചെയ്യണം, എന്നെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് പോലും വിളിച്ചിട്ട് എൻ്റെ വർക്കുകൾ കണ്ടിട്ട് അതിനെ ഇത് പറഞ്ഞിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഉള്ളതാണ് നോണല്ല. അപ്പോൾ ഗൾഫിൽ നിന്ന് എന്നെ പോലെ ചെയ്യണം, അതിൽ ഇന്നെ ഫാൾട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെ ഇതേപോലെ ആവണം. അപ്പോൾ ഇന്നൊരു ശിഷ്യനായിട്ട് കൊണ്ട് അംഗീകരിച്ച ഒരാളാണ് മനോജേട്ടൻ. അപ്പോൾ ആ ഒരു കാര്യത്തിന് മനോജേട്ടൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാനും എല്ലാവിധ ആശംസകളും നേരുന്നു. മനോജേട്ടന് നല്ലൊരു വിവാഹ ജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സുജിത്ത്, താങ്ക് യു വെരി മച്ച്. അതുകൊണ്ട് വളാഞ്ചേരിയിലെ സിനി സ്റ്റുഡിയോ എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അവനെന്താ പറയാനുള്ളത് നോക്കാം. സിനി സ്റ്റുഡിയോ അല്ല, ഞാൻ സിനി സ്റ്റുഡിയോ അല്ലെ, ഷമീർ ലാൽ. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് മനോജ്. അവൻ്റെ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ഏറ്റവും നല്ല ആശംസ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ബെസ്റ്റ് ഓഫ് ലക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. അടുത്തത് ഇസ്മോ.
ഷമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പലരും പറയും ഷമീർ ഭയങ്കര വെയിറ്റ് ഉള്ള ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഷമീറിനെ ഞാൻ DTVയിൽ എത്തിയിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഷമീർ വളരെ നല്ല വ്യക്തിയാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും. അടുത്തായി എൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് ഇസ്മായിൽ മുഹമ്മദ്. പുള്ളിയാണ് ഗാനമേളയിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രണ്ട് വരിയല്ല, ഒരു നാല് വരി പാട്ടോട് കൂടിയിട്ട് നമുക്ക് നോക്കാം. ഈ വിവാഹ വേളയിൽ മനുവിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേർന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇവരൊക്കെ നിർബന്ധ പ്രകാരം ഞാൻ ഒരു പാട്ടുകാരാണെന്ന് പറയുന്നുണ്ട്, അത് പ്രകാരം ഒരു 2 വരി ഞാൻ പാടാം. चौदहवीं का चांद हो या आफताब हो, जो भी हो तुम खुदा की कसम लाजवाब हो. 14वीं का चांद हो, चेहरा है जैसे झील में हंसता हुआ खवर, या जिंदगी के साज पे छेड़ी हुई गजल, जाने बहार तुम किसी शायर का ख्वाब हो. 14वीं का चांद हो. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ് എൻ്റെ ഇപ്പം ദുബായിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടാണ്. വീട് കൊല്ലത്താണ്. അപ്പോൾ ഒരു ഭാഗ്യം പോലെ ഈ വെക്കേഷന് ശിവൻ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഞാൻ ദൂരത്തേക്ക് ഫോൺ ചെയ്ത് ഒരു ലെറ്ററൊക്കെ അയച്ച് ശിവൻ ഇത് എൻ്റെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ശിവൻ എന്താ പറയുകയാണെന്ന് നോക്കാം. ആക്ച്വലി ഞാൻ അമേരിക്കയിലാണ്. അത് അമേരിക്കയിലാണെന്ന് പറയാൻ പറഞ്ഞിട്ട് ദുബായിലെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും അല്ല, നമ്മൾ ദുബായിന്ന് അമേരിക്കയിലേക്കെല്ലാം പോകാറുണ്ടെങ്കിലും മെയിനായിട്ട് ഞങ്ങൾ സെറ്റിൽ ചെയ്യുന്നത് ദുബായിലാണ്. അപ്പൊ പിന്നെ അമേരിക്ക പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എനിവേ, നോ പ്രോബ്ലം. പിന്നെ നമ്മൾ ഉറങ്ങാൻ പോയതാണ്. പിടിച്ചോണ്ട് വന്ന് ഉറങ്ങരുത്, നീ എനിക്കൊരു ആശംസയൊക്കെ പറയണം. ഭയങ്കര പരിപാടിയാണ് ഇതൊക്കെ. ഏഷ്യാനെറ്റിൽ, സൂര്യ TVയിലൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ആശംസകളൊക്കെ. എന്നാലും അല്ല, ഇത് മെയിനായിട്ട് ഈ ആശംസ പിടിച്ചു വാങ്ങുന്ന ഒരു സംഭവമല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ശരിക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ആശംസ പിടിച്ചു വാങ്ങരുത്, നിങ്ങൾ തന്നാൽ മതി ധൈര്യമായിട്ട്. അപ്പം ആശംസകൾ തന്നിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇത്രയും ദൂരത്തുനിന്ന് ഈ വെക്കേഷൻ ടൈമിൽ വന്നിട്ട് തലേ ദിവസം തന്നെ എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. ശിവൻ എനിക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിവേ, താങ്ക് യു വെരി മച്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് വെളുത്തൂരുള്ളത്. അവൻ്റെ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും. ക്രിസ്, ഒരു പാട്ട് പാടിയാ? ഇല്ല, ആ പാടിക്കോ, പാട്. ഓക്കെ ഡിയർ, താങ്ക് യു വെരി മച്ച്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് വിഷൻ കോട്ടക്കലും ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് വിബീഷ് എന്ന ഉണ്ണിക്കുട്ടൻ തിരുവേപ്പുറയും കൂടിയാണ്. പിന്നെ ഈ വിഷൻ കോട്ടക്കലിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു കാലത്ത് ഞാൻ ഫീൽഡിൽ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കാടാമ്പുഴ ഓഡിറ്റോറിയത്തിൽ നിന്ന് കണ്ടിട്ട് അവിടുന്ന് എനിക്ക് ഒരുപാട് വർക്കുകൾ കോട്ടക്കൽ ഏരിയയിൽ തന്നിട്ട് എന്നെ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് വിഷൻ കോട്ടക്കൽ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ വിഷൻ കോട്ടക്കലിനെ ഞാൻ ഒരുപാട് ആ ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വിഷൻ കോട്ടക്കലിന് എന്താ പറയാനുള്ളത് നോക്കാം. ഈ വക വടിയായിട്ട് എന്റെ പിന്നാലെ നടക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അതല്ല, തീർച്ചയായിട്ടും ഞാൻ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കല്യാണം, അത് കഴിഞ്ഞാൽ അതിനാ ഒരു സ്ഥിരമായിട്ടുള്ള അതിനൊരു ഫോർമുലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറച്ച് സ്പോട്ട് ഓഡിയം കൂടെ ആയിരിക്കുമ്പോൾ നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ല, ഇത് ഈ കല്യാണം അന്ന് വൈകുന്നേരം വരെ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം തുടരാനുള്ള ഉദ്ദേശമുണ്ടോ? ഇല്ല, കല്യാണത്തിന്റെ അന്ന് ഒരിക്കലും ഇത് നടക്കൂല. പ്രത്യേകിച്ച് അവിടുത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതൊരിക്കലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കിട്ടിയ ടൈമിൽ നമ്മൾ നന്നായിട്ട് ചെയ്യാന്നുള്ള ഒറ്റ താല്പര്യം കൊണ്ടാണ് ചെയ്തിട്ടുള്ള ഫംഗ്ഷന്റെ ശേഷം ഈ പരിപാടി തുടരാനുള്ള ഒരുപക്ഷെ നാളെ അതേപോലെ നല്ല നമ്മുടെ ലൈഫിൽ ടച്ച് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ വരികയാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ സാഹചര്യം പോലെ ശ്രമിക്കും പറയാനുള്ളത്.
ഏതായാലും എൻ്റെ ഉദ്ദേശം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല അതൊക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പൊ ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഫുള്ളായിട്ട് ട്രൈപോഡ് വെച്ചെടുത്തിട്ടുള്ള വിഷയന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്നും അതായത് നല്ല രീതിയിൽ ചെയ്തിട്ടാണ് പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. അത് കാരണം ഇതിനും നിങ്ങൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ അത് നൽകിയാൽ ആൾക്കൊരു കുറവ് വരണ്ട. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് വിഭീഷാണ്. വിഭീഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഗുരു ശിഷ്യനാണ്. പക്ഷെ ഇന്നിപ്പോ ആശാനെ കടത്തി വിട്ടുന്ന വളരെ ഭയങ്കര അടിപൊളി ക്യാമറാമാൻ ആയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ വിഭീഷൺ എന്താ പറയാനുള്ളത് നോക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. മനോട്ടം കഴിഞ്ഞ വരവിന് വന്നിട്ട് ഒരുപാട് പെണ്ണുണ്ട്, 2 മാസം തുലച്ചു. ഇപ്പോഴേ ശരിയല്ലോ എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, കാരണം ഞാൻ ഒരുപാട് കണ്ടു. എന്തോ എൻ്റെ ടൈം ശരിയാവാത്തോണ്ട് നടന്നില്ല. അത് കാരണം കുറെ പൈസ പോയി എന്നല്ലാതെ വേറെ മെച്ചൊന്നും ഉണ്ടായില്ല. അല്ല അതിൽ നമ്മളാരും മിസ്റ്റേക്ക് അല്ല, നമ്മളതിലുള്ള ഓലക്കെട്ട് എന്ന സംഭവമാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അല്ലല്ല എനിക്ക് തോന്നണേ അതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഈ വീഡിയോഗ്രാഫറൊക്കെ ആയ സ്ഥിതിക്ക് വീഡിയോഗ്രാഫർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ചാൻസാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കാണാനും. അപ്പൊ അതിൽ നല്ലത് അവിടെ നിന്നൊക്കെ കണ്ട് ലൈനാക്കിയിട്ട് ജാതകക്കെട്ടൊന്നും ഇല്ലാതെ കല്യാണം നടത്തി വളരെ നന്നായിരിക്കും. അതിലേക്കും കൂടുതൽ ടെൻഷൻ ഉണ്ട് നിന്റെ ഗുരുവിന് അറിയണല്ലോ ഈ ഒരു കാര്യത്തിൽ. ഇന്ന് ഗുരുവായൂരായിരുന്നു താലികെട്ട്, 250 കല്യാണമായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി അതും പിടിച്ച് ഓടുന്ന അവസ്ഥ നിൽക്കല്ല. അപ്പൊ നമ്മള് പെണ്ണുങ്ങളെയാണോ നോക്കുക അതോ നമ്മൾ കിട്ടേണ്ട താലികെട്ടാണോ നോക്കുക? അല്ല ഗുരുവായൂരിലൊരു താലികെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 25 വർഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ പോലും ചിലപ്പോൾ ഭയങ്കര ടെൻഷനുള്ള ഒരു സംഭവമാണ് ഗുരുവായൂരിലെ താലികെട്ട്. ഗുരുവായൂർ അല്ലാത്ത സ്ഥലങ്ങളും ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇത് ആർക്ക് വേണമെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാം. നീ പറയുന്ന ആർക്ക് വേണമെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ, അച്ഛന്റെ പട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. ഇത് ഇപ്പൊ കാണുമ്പോ ഒന്നും ഈ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാന്ന് മനസ്സിലായില്ലെങ്കിലും ഏകദേശം 2 വർഷത്തിന് ശേഷം ഈ കാസറ്റ് വീണ്ടും കാണുമ്പോൾ ഈ അച്ഛന്റെ പട്ടിയുടെ കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് തന്നെ അശോകൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഒരു സെർട്ടൺ ടൈമുള്ളൂ. ഇപ്പോഴൊക്കെ ആള് മാറി. കുറച്ചാലും മുന്നുണ്ടായിരുന്നൊരു സംഭവമാണ്. എന്തായാലും പിന്നെന്താ വെച്ചെങ്കിൽ ഞങ്ങൾ ഗൾഫിൽ ഇപ്പോൾ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള. അങ്ങനെ ഒരേ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കല്യാണത്തിന് ആൾ അവിടെ ആണെങ്കിൽ ഒരുവിധം ബോസിനോടൊക്കെ സംസാരിച്ചിട്ട് ലീവ് സാങ്ഷനാക്കി വന്നു. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കല്യാണത്തിന് എൻ്റെ ബ്രദേഴ്സും അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അശോകനും ഇവിടെ എത്തിയുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അശോകൻ എന്താ പറയാനുള്ളത് നോക്കാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും മനോജ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ടൊരു 15 വർഷത്തിൻ്റെ മുകളിലായി. ഇത്ര അടുത്താണ് വീടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഡീപ്പായി തുടങ്ങിയിട്ട് 15 വർഷങ്ങൾക്ക് മുകളിലായി. ഒരു ആഗ്രഹിച്ച പോലെ തന്നെ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തു, ഒരേ റൂമിൽ താമസിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരേപോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഒരാഴ്ചത്തെ ലീവാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും അത് ഇതിന് എത്തിപ്പെടുക, കല്യാണം പങ്കെടുക്കുക എന്നുള്ള ആ സന്തോഷത്തിനുള്ള ആ ദിവസങ്ങൾ അനുവദിച്ചെന്ന സാറിന് നന്ദി പറഞ്ഞിട്ട്, പിന്നെ ഇവരെ എല്ലാവരും പറഞ്ഞ പോലെ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ എനിക്കൊരു ഒരുപാട് ഡയലോഗ് അടിക്കാനെന്നുള്ള കഴിവില്ല. ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ കിട്ടിയ ഈ സുഹൃത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞാൽ എൻ്റെ ഏട്ടന് എഴുത്തിയമ്മയാണ്. എൻ്റെ ഏട്ടൻ എന്നതിലുപരി പുള്ളി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യും. വളരെ നല്ലൊരു ഫ്രണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ബ്രദർ എന്ന് പുറമെ രണ്ടും കൂടെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പും കൂടെ വേണം. അങ്ങനെ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള എൻ്റെ ബ്രദറും ഫ്രണ്ടുമാണ്. അപ്പോൾ ഇത് എൻ്റെ ചേട്ടനെ അവിടെ നിന്ന് കല്യാണം കഴിച്ച എടുത്തിയമ്മ. അപ്പൊ ചേട്ടൻ എന്താ പറയാനുള്ളത് നോക്കാം. പറഞ്ഞ പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം പോലെ അങ്ങനെ ആയിരുന്നു തോന്നുന്നു. കാരണം അനിയെന്നുള്ളതിലുപരിയായിട്ട് നല്ലൊരു ഫ്രണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ ഡിസ്കസ് ചെയ്ത് നല്ലൊരു തീരുമാനം ഇതുവരെ എല്ലാത്തിനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നിമിഷം വരെ. പിന്നെ ഇപ്പോൾ ഒന്നൊരു നല്ല കാര്യം, മനുവിൻ്റെ വെഡ്ഡിങ് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് മറ്റു ബ്രദേഴ്സും എല്ലാവരും ഞങ്ങൾ 5 പേരും ഇവിടെ എത്തി. അച്ഛൻ മാത്രമില്ല. പിന്നെ എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതുവരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിലും എന്തായാലും എല്ലാം കൂടെ അടിപൊളിയാവും. മനുവിനൊരു നല്ലൊരു എന്താ പറയുക, ഒരു വളരെ അതിമനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം
നമ്മൾ അതെ ആശംസിക്കുകയാണ് അത്. Okay, can you just explain how you find out to Das and how is your life? That first of all, no, because you know. Just only you can say what is this my just Yeah, okay, you just give only the wishes. you can say you can introduce yourself. Means I am one way. How you feel the family? How you feel that much? Yeah, that's all nice. They're all nice to me, and we're lucky. I'm lucky to have them as also part of my family. And Mohan is a good brother and a good friend for Manu, and also Manu to him. They like a best friend, not only brothers, and they're all friends also. So good luck for your wedding and best wishes. That's all. Okay, thank you very much. And just I want to know how you adjusting with this crazy guy. I just want to know how you adjusting with this It's crazy. fine. He's crazy, but he's nice. He's a good husband. And just I want to ask you one more question. How you find out that one? Can you just explain? Yeah, so, we know we are working same department before, so we know each other. So after 5 years we know each other. Then after we finally to decide to stay together. Okay, in this function I wish you all the best for you also. Okay. Thank you very much. Thank you. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രതീഷാണ്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ രതീഷ് വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ഹോട്ടലിലൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ ഇന്നത്തെ രതീഷിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ എൻ്റെ കല്യാണം നാളെയാണ് വെച്ചെങ്കിൽ അവൻ്റെ എൻഗേജ്മെൻറ്റ് ഇന്നാണ്. അങ്ങനെ വളരെ റെക്കോർഡൊക്കെ അടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ രതീഷ് എന്താ പറയാനുള്ളത്? രതീഷിന് പ്രത്യേകിച്ച് ഒന്നും രതീഷിന് സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇത് എൻ്റെ മൂത്ത ഏട്ടനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഏട്ടൻ്റെ മാതൃകയിൽ ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളാണ്. പൊക്കല്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആദ്യമായിട്ട് ഗൾഫിലൊക്കെ പോയിട്ട് 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ശരിക്കും നമ്മുടെ വീടിനെയും കുടുംബത്തിനെയും വളരെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിശേട്ടന് എൻ്റെ വിവാഹത്തെ പറ്റിയിട്ട് എന്താ വിശേഷന് പറയാനുള്ളത് നോക്കാം. ഇതിപ്പോൾ കുറച്ച് ലേറ്റ് ആയി തോന്നുന്നു. വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ എന്നോ കല്യാണം നടന്നിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും